ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് റോമൻ ബാത്തിലാണ്. ഇത് റോമൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് 25 പൗണ്ടാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ സ്ഥലം പുരാതന റോമൻ സംസ്കാരത്തിൽ ഒരു പൊതുവായ കുളിക്കുന്ന സ്ഥലമായിരുന്നു. ഇത് ശുചിത്വത്തിനും അതുപോലെ സാമൂഹിക ഒത്തുചേരലുകൾക്കും വേണ്ടിയുള്ള ഒരിടം കൂടിയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല സ്ഥലങ്ങളിലും ഇത്തരം ബാത്ത് സ്ഥലങ്ങൾ കൂടി കാണാം. ചൂടുവെള്ളം എത്തിക്കുവാനും തണുത്ത വെള്ളം എത്തിക്കുവാനുമൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. റോമൻ ബാത്തിലെ ചൂടുള്ള നീരുറവുകൾ പ്രകൃതിദത്തമാണ്. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ചൂടുവെള്ളം ഉപയോഗിച്ച് റോമൻകാർ ഇവിടെ കുളിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ ബാത്തിംഗ് കോംപ്ലക്സ് തന്നെ പണിതു. ഇതിനകത്ത് ചെറിയൊരു മ്യൂസിയം കൂടിയുണ്ട്. പണ്ട് കാലത്ത് റോമൻകാർ ഉപയോഗിച്ചിരുന്ന പലതരം പാത്രങ്ങളും നാണയങ്ങളും അതുപോലെ ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ കല്ലുകൾ അടുക്കി വിരിച്ചിരിക്കുന്നത് കാണാം. ഇത് ചൂടുവെള്ളം ഒഴുകിപ്പോകുവാൻ പാകത്തിനുള്ള ഒരു സംവിധാനമാണ്. ഇവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് അവരുടെ ഗൈഡ് ഇതിനകത്തെ പ്രത്യേകതകളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നതും കാണാം. ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ചൂടുവെള്ളത്തിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് റോമൻകാർ വിശ്വസിച്ചിരുന്നു. ഇവിടെ വരുന്ന സന്ദർശകരൊക്കെ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നതായി കണ്ടു. ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കി. സാധാരണ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയല്ല, വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് ധാതുക്കളും ലവണങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. ഈ കാണുന്നത് റോമൻ ബാത്തിലെ ഒരു സുവനിയർ ഷോപ്പാണ്. വ്യത്യസ്തമായ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. നമ്മളിവിടെ നിന്നും ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതുപോലെ മോൾക്ക് വേണ്ടി കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങി. നമ്മൾ പോകുന്ന സ്ഥലത്തു നിന്നെല്ലാം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതെൻ്റെ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് റോമൻ ബാത്തിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.